ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പരിശുദ്ധാത്മാവേ ശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം തരണേ പരിശുദ്ധാത്മാവേ, അഭിഷേകം പകർന്നിടുക, ഒരു പുതിയ ശക്തി പരിശുദ്ധാത്മാവേ, a new power, a new grace. പരിശുദ്ധാത്മാവേ, നിന്റെ മക്കളിലേക്ക്, ഈ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ, എല്ലാ സങ്കടങ്ങളിലേക്ക്, ഭയങ്ങളിലേക്ക്, ആകുലതകളിലേക്ക് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അഭിഷേകം ചോദിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലേക്കും എല്ലാ ജീവിതങ്ങളിലേക്കും. ഒരു വ്യക്തി പോലും ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ അകറ്റപ്പെടല്ലേ കർത്താവേ, ഒരു വ്യക്തി പോലും നശിച്ചു പോകല്ലേ കർത്താവേ, ഒരു വ്യക്തി പോലും തകർന്നു പോകല്ലേ കർത്താവേ, ഒരു വ്യക്തി പോലും നിരാശപ്പെട്ടു പോകല്ലേ കർത്താവേ, ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടു പോകല്ലേ കർത്താവേ, ഒരു വ്യക്തി പോലും അങ്ങേക്കെതിരായിട്ട് നിൽക്കരുതേ കർത്താവേ, ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് എതിര് നിൽക്കരുതേ കർത്താവേ, തമ്പുരാൻ എതിര് നിൽക്കല്ലേ, തിരുസഭയ്ക്ക് എതിര് നിൽക്കല്ലേ, ആത്മീയ ശുശ്രൂഷകൾക്ക് എതിര് നിൽക്കല്ലേ. എല്ലാവരും ആത്മാവിനെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യുക പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ വാടി പ്രാർത്ഥിച്ച് ഒരു വലിയ കൃപ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു അഭിഷേകം, മാലാഖമാരോട് വിശുദ്ധരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അഭിഷേകം. പരിശുദ്ധാത്മാവേ, 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 എല്ലാ മക്കളിലേക്ക് വരണേ പരിശുദ്ധാത്മാവേ, ഈ കുടുംബങ്ങളിലേക്ക് വരണമേ, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ, എല്ലാ ദുഃഖങ്ങളിലേക്കും ആകുലതകളിലേക്കും വരണേ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ജീവിത മേഖലകളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച്, നിയോഗങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, ദുഃഖങ്ങളും ആകുലതകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ കാരുണ്യത്തിലേക്ക് അവിടെ നമ്മൾ വിളിക്കുക. അവിടുത്തെ തിരുഹൃദയം തുറന്നിട്ടിരിക്കുകയാണ്. അവിടുത്തെ തിരുഹൃദയത്തിന്റെ കാരുണ്യം അനുഭവിക്കാൻ, അവിടുത്തെ തിരുഹൃദയത്തിന്റെ സമാധാനം അനുഭവിക്കാൻ, അവിടുത്തെ തിരുഹൃദയത്തിന്റെ വലിയ ആശ്വാസം അനുഭവിക്കാൻ. ദൈവമക്കളെ, പ്രതിസന്ധികളിലൂടെയും ദുഃഖങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും പകർച്ചവ്യാധിയിലൂടെയും പ്രകൃതിക്ഷോഭത്തിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്ന സമയമാണ്. ദൈവം കരുണ കാട്ടും മക്കളെ. നീ ഇപ്പോൾ എന്ത് കാര്യത്തെപ്പറ്റി ഭയപ്പെടുന്നുവോ ആ ഭയത്തെ കർത്താവ് മാറ്റാൻ പോവുക. എന്തിനെപ്പറ്റി നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുഃഖം നിന്റെ ജീവിതത്തെ കർത്താവ് എടുത്ത് മാറ്റാൻ പോവുക. ഏത് കാര്യത്തെപ്പറ്റി നീ നിരാശപ്പെട്ടിരിക്കുന്നുവോ അക്കാര്യത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവുക. ആഗ്രഹിക്കും മക്കളെ, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതം ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് നടക്കുന്നൊരു ജീവിതമാണ്. ഹോൾഡിംഗ് ദ ഹാൻഡ്സ് ഓഫ് ദ ഫാദർ. അപ്പന്റെ കൈകൾ പിടിച്ചുകൊണ്ട്, അപ്പന്റെ കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അതിലും വലിയ സുരക്ഷിതത്വം എവിടെയാ കിട്ടുക? അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? അതിലും വലിയ സുരക്ഷിതത്വം എവിടെയാ? ദൈവ പൈതലെ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുക എന്നർത്ഥം. എന്തുമായിക്കൊള്ളട്ടെ ജീവിതത്തിന്റെ പ്രതിസന്ധി, എത്ര വലിയ ശത്രുവായിക്കൊള്ളട്ടെ നിനക്കെതിരായിട്ട് അണിനിരക്കുന്നത്,
എത്ര വലിയ പ്രതിബന്ധമായിക്കൊള്ളട്ടെ നിനക്കെതിരായിട്ടുണ്ടാകുന്നത്, ഏത് മാരക രോഗമായിക്കൊള്ളട്ടെ, ഏത് കുടുംബ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നീ ആകപ്പാടെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം. സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുക, ജീവിതത്തിന് സ്വസ്ഥതയില്ലാതെ തീ പിടിച്ചൊരു ജീവിതമായിരിക്കാം, കൊടുങ്കാറ്റ് വീശുന്നൊരു ജീവിതമായിരിക്കാം നിന്റേത്, കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞൊരു ജീവിതമായിരിക്കാം നിന്റേത്. നിന്റെ ദൈവത്തിന് അതൊന്നും അസാധ്യമല്ലല്ലോ കുഞ്ഞെ. അത്രമേൽ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ അധികമായിട്ട് നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുക. സമർപ്പിച്ച മക്കളെ വിട്ടുകൊടുത്ത് ഒരു വിശുദ്ധ ജീവിതം ആരംഭിച്ച്, ഒരു ആത്മീയ ജീവിതം ആരംഭിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ 3 നിയോഗങ്ങള് തിരുവൽത്താരയിൽ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുബലിക്ക് നമുക്കൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോനിയെ സമനദാസ വിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിന്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന എല്ലാ പ്രതിസന്ധികളിലും അങ്ങേ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണം ജനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ
മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു, ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നതുവരെ. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, അവിടുന്ന് തൻ്റെ അവകാശം ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവകമാകും, പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ പറ്റി എന്തിന് നിങ്ങൾ തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ടയെടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ശലേറ്റം പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിഷയം ഇതാണ്. നമ്മളൊരു ദൈവ ഓർമ്മയുള്ളവരായിട്ട് തീരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവ ഓർമ്മ നമുക്കില്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയണം. നമ്മൾ 1000 പരാതിയുമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വരുന്നത്.
1000 അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന വിഷയം ഇതാണ്. ഈശോ എന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ, അന്ന് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ എത്ര അപ്പം ബാക്കി വന്നു? കർത്താവ് ചോദിക്കുക, ഓർമ്മയുണ്ടാവുക എന്ന് കർത്താവ് പറയുക. 7 അപ്പം കൊണ്ട് 4000 പേരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ എന്തോരം ബാക്കി വന്നു? അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കർത്താവ് ചോദിക്കും, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. ദൈവപൈതലേ, നമ്മളോടൊക്കെ ദൈവം കാണിച്ചിട്ട് വലിയ കരുണയുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ പരിപാടി. ദൈവമക്കൾ, ഇത് തീ പിടിച്ചൊരു അനുഭവമായിട്ട് നിൽക്കണം. ശിഷ്യന്മാരെയൊക്കെ സംബന്ധിച്ച് ഇതൊരു തീ പിടിച്ച അനുഭവമായിട്ട് നിൽക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ, പെന്തക്കോസ്ത കഴിയുന്ന നിമിഷം മുതൽ അപ്പോസ്തലന്മാരൊക്കെ ഒരു പുതിയ അനുഭവത്തിലേക്ക് പോവുക. ഇന്നലെ വരെ ഭയത്തിലും ദുഃഖത്തിലും ആകുലതയിലും അസ്വസ്ഥതയിലും കണക്കുകൂട്ടലുകളിലും ഒക്കെ ജീവിച്ച ശിഷ്യന്മാര് ഇതാ ഒരു പുതിയ വഴിയിലേക്ക്, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല, അവർ ഇറങ്ങിത്തിരിക്കുകയാ. ആരെയും അഭിമുഖീകരിക്കുന്നതെന്ന് അവർക്കറിയില്ല, അവരോട് സംസാരിക്കുക. ജീവൻ പോകുന്ന സമയത്ത്, മരണം വരാവുന്ന സമയത്ത് അവർ എഴുന്നേറ്റ് നിന്ന് ഇതാ കർത്താവിനെ പ്രഘോഷിക്കുക. ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ച മക്കളെ, ദൈവചിന്തയോടെ ജീവിച്ച് ആയുസിന്റെ ഈ നിമിഷം വരെ അവിടെ നിന്ന് അനുഗ്രഹങ്ങളൊന്ന് എണ്ണിയെടുക്കാൻ പറ്റുമോ? നിന്റെ കുടുംബത്തിൽ ഇന്ന് വരെ അവിടുന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണിയെടുക്കാൻ പറ്റുമോ? നിന്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്ത നന്മകളെ നിനക്കൊന്ന് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഈ ശുശ്രൂഷ കേന്ദ്രത്തിന് കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണിയെടുക്കാൻ പറ്റുമോ? നിന്നോട് കർത്താവ് കാണിച്ച കാരുണ്യം, നിന്നോട് കർത്താവ് കാണിച്ച കരുതല്. ജീവിതം ഒന്ന് സമർപ്പിച്ച മക്കളെ, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആദ്യത്തെ വായനയിൽ തമ്പുരാൻ കർത്താവ് ഓർമ്മിപ്പിച്ച് തന്നല്ലോ, നിന്റെ വേദനകളിൽ നിന്ന്, നിന്റെ പരീക്ഷകള് സഹിക്കുവാനായിട്ട്, ക്ഷമയോടെ സഹിക്കുവാനായിട്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ തരുന്നു. പരീക്ഷകളിലൂടെ നീ കടന്നു പോകുമ്പോൾ ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം നിന്നെ പരീക്ഷിക്കുന്നതല്ല. നീ വിശ്വസ്തനാകാനുള്ള നിമിഷങ്ങളാ. ജീവിതത്തിന് ആകുലതകളുടെ നിമിഷങ്ങള്, പ്രതിസന്ധികളുടെ നിമിഷങ്ങളില് വിശ്വസ്തനായി നിൽക്കുവാൻ കർത്താവേ വരം തരണമേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ, നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവ്, നമ്മുടെ പിതാക്കന്മാര്, വൈദികര്, സന്യസ്തര്, സമർപ്പിതര്, ഓ കർത്താവേ, വിശ്വസ്തയോടെ നിൽക്കുവാൻ, അങ്ങ് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തിലെ പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, യേശുവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മാരകരോഗങ്ങളും മാഹാരോഗങ്ങളും ഉള്ളവര്, അനേകായിരം രോഗികൾ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ മക്കളുടെ മേലിൽ സൗഖ്യത്തിന്റെ അഭിഷേകം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, മാഹാരോഗങ്ങളും മാരക രോഗങ്ങളും സുഖപ്പെടാൻ പ്രാർത്ഥിക്കുന്നവര്, ഈശോയെ, അനേകം യുവതിവാക്കന്മാര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ, സങ്കടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവര്, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും പഠന സ്ഥലങ്ങളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവര്, ഈശോയെ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പഠിക്കുന്ന മക്കള്, പരീക്ഷകൾ എഴുതുന്ന മക്കള്, പലതരത്തിൽ രോഗപീഠകളുള്ളവര്, ഈശോയെ, ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കുക. 5 അപ്പത്തെ 5000 ആക്കിയവൻ, 7 അപ്പത്തെ 4000 പേർക്ക് തൃപ്തിപ്പെടുത്താൻ കൊടുത്തവൻ, ഈശോയെ, ഈശോയെ, ഈശോയെ. നിന്ദാനമാം ജീവിതത്തെ കാഴ്ചയണയ്ക്കും നിതാ നാഥാ എന്നും തിരുസന്നിധേ. അങ്ങിലെന്നെ ഒന്നാക്കുവാൻ ഈ അപ്പവും വീഞ്ഞും തിരുമാംസരക്തമായി ഈ രക്ഷ കാണുവാൻ ഹാഗാറിൻ കണ്ണുകൾ തുറന്ന പോലെൻ കണ്ണു തുറക്കേണമേ, തുറക്കേണമേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് വിശുദ്ധ അന്തോനീസിനെ അങ്ങേ മഹത്വത്തിന്റെ പ്രചാരണത്തിനായി വിശ്വാസ വെളിച്ചത്താൽ നിരന്തരം ഉജ്ജ്വലിപ്പിച്ചുവല്ലോ. അതേ വെളിച്ചത്താൽ പരിശുദ്ധാത്മാവ് ഈ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഞങ്ങളെയും നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഈശോയെ, വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിസ്താന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല
പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വാനിൽ നിന്നൂഴി ലാഘവമായൊരു സ്വർഗീയ ഭോജ്യമേ, എന്നിൽ വന്നു നീ വാഴണമേ. ദിവ്യദാനങ്ങൾ ചിന്തേണമേ. വാനിൽ നിന്നൂഴി ലാഘവമായൊരു സ്വർഗീയ ഭോജ്യമേ, എന്നിൽ വന്നു നീ വാഴണമേ. ദിവ്യദാനങ്ങൾ ചിന്തേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവന്റെ അപ്പമായ ക്രിസ്തുവാൻ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ ഗുരുനാഥനായ ക്രിസ്തു വഴി അങ്ങ് പഠിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാളിൽ അങ്ങേ സത്യം അവർ ഗ്രഹിക്കുകയും സ്നേഹത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമുള്ള ശുശ്രൂഷകളിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുക്കുന്ന ദൈവമക്കളെ ഒരുപാട് സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക്, ഒരു സൗഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ കാരുണ്യം ചൊരിയുന്ന സമയമായത്.
ജീവിതത്തിന്റെ ഓരോ നിമിഷവും അത് ദൈവത്തിന്റെ വലിയ കരുണയുടേതാണ്. മകളെ, കോവിഡിന്റെ ഒരു വലിയ ദുരന്ത കാലത്തിന് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ദൈവം നമുക്ക് വാതിലുകൾ ഒരിക്കൽ കൂടി തുറന്നു തരാൻ പോവുക, വിശുദ്ധരായിട്ട് ജീവിക്കാൻ, ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ, ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കാൻ, ദൈവവചനത്തെ സ്നേഹിച്ച് ജീവിക്കാൻ, ആത്മീയ ശുശ്രൂഷകളെ ആദരിച്ച് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് ഒരു കാലം കൂടി തരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, ദൈവ വഴികളിലൂടെ ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടം. നമ്മൾ വലിയ നോയമ്പൊക്കെ അടുത്ത് വരികയാണ്. ദൈവത്തിന് വലിയ കരുണയുണ്ടാവട്ടെ മക്കളെ. നന്നായിട്ട് നോയമ്പെടുത്തും പ്രാർത്ഥിച്ചും ഒക്കെ നമുക്ക് ഈ വിശുദ്ധ കാലത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളോട് വലിയ കാരുണ്യം കാട്ടാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അഭിഷേക വചസ്സുകൾ, ശുശ്രൂഷകൾ 500-ാം എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുക. 500-ാം എപ്പിസോഡ് ആവുകയാണ് ഈ ആഴ്ചയിൽ. ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ അഭിഷേകം ഓരോ ദിവസവും കർത്താവ് തന്നിരുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ വചസ്സിനാൽ എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്തു. അനേകം മക്കൾക്ക് അഭിഷേകത്തിന് അനുഭവം ഉണ്ടായി എന്ന് മക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ പ്രത്യേകമായിട്ട് ഈ പ്രത്യേകിച്ച് ശുശ്രൂഷകൾ എല്ലാ ദിവസവും കുറച്ചധികം മക്കളായ 2000-ത്തിലധികം മക്കൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ആ ദിവസങ്ങളിൽ തന്നെ ആ ശുശ്രൂഷ കാണാനായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചധികം മക്കൾ രാവിലെ തന്നെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറയുക. ഇന്ത്യ പിതാവിൻ്റെ പ്രത്യേക പ്രോത്സാഹനം കൊണ്ടായിരുന്നു ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചത്. 500-ാം എപ്പിസോഡിൽ പിതാവ് നമുക്ക് ആശീർവാദം തരുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാം ഞാൻ ആ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുകയാണ്. 500-ാം എപ്പിസോഡ്. ഒപ്പം ബോമച്ചനും ഷിജോയും ഒക്കെയാണ് ഇതിന് പിന്നിൽ നിന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ച് അത് രാത്രിയും പകലും ഇല്ലാതെ വന്ന് റെക്കോർഡ് ചെയ്ത മക്കളെയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ലോകമെമ്പാടും ഇരുന്ന് ഇതിൽ നിന്ന് വലിയ അനുഗ്രഹവും സൗഖ്യവും ഒക്കെ പ്രാപിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത് ലൂക്കാസ് വിശേഷത്തിന്റെ 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങളാണ്. വളരെ സുപരിചിതമായിട്ടുള്ള തിരുവചന ഭാഗങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. പക്ഷെ നമുക്ക് എന്തോ ഒരു ധ്യാനം തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വചനം പെട്ടെന്ന് വായിക്കാൻ അധികം സമയം എടുക്കാതെ തന്നെ ഇന്നത്തെ വചന ശുശ്രൂഷ നടത്താം എന്നാണ് വിചാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ നമുക്കൊന്ന് വായിച്ചേക്കാം. എന്തായാലും 7-ാം അധ്യായം 36-ാം വാക്യം. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിന് ഇരുന്നു. ഫരിസേയൻ എന്ന വാക്കിന് ഞാനൊരു വിശുദ്ധൻ എന്നുള്ള പേര് ഞാൻ ഇടുക. ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കും, ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവൻ, ദൈവഹിതം തേടി ജീവിക്കുന്നവൻ, അവനാണ് ഫരിസേയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ഫരിസേയനെ ഒരു നല്ല മനുഷ്യന്റെ വീട്ടില്, ഒരു വിശുദ്ധനായ ഒരു ഭക്തന്റെ വീട്ടില് തമ്പുരാൻ കർത്താവ് വിരുന്നിന് ചെല്ലുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ വന്നു. 2-ാമത്തെ സീന് ഒരു വിശുദ്ധനും ഈശോയും കൂടെ നിൽക്കുന്നത് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അടുത്ത സീൻ പോകുന്നത് ആ നാട്ടിലെ ആ പട്ടണത്തിലെ ഏറ്റവും വലിയ പാപിനിയായ വഴിപിഴച്ച ജീവിതം നയിക്കുന്ന അല്ലെ വഴിതെറ്റിയ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ. മകളെ, ബൈബിളിന്റെ താളില് എടുത്തു വെക്കാൻ കൊള്ളാവുന്ന ഒരു ചിത്രമാണോ ഒരു പാപിനിയുടേത്? ഹല്ലേലൂയ. തമ്പുരാന്റെ തിരുവചന പുസ്തകത്തിൽ പാപികൾക്കും പാപിനികൾക്കും ഇടമുണ്ട്. ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം പാപികളുടെ സുവിശേഷമാണ്. അനേകം പാപികളായ വ്യക്തികളെ ഇങ്ങനെ നിരത്തി നിർത്തുന്ന ഒരു കാഴ്ച ലൂക്കാസ് ചെയ്യുന്ന. അവസാനം കുരിശിന്റെ ചുവട്ടിൽ പോലും ഇതാ ഇന്ന് പർദീസ, നിനക്ക് ഞാൻ പർദീസ വന്നിരിക്കുന്നത്, പാപിക്ക് പർദീസ കൊടുക്കുന്നതും കൂടെ എഴുതി വെച്ചിരിക്കുന്ന സുവിശേഷകനെയാണ് നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവൈതലെ അറിഞ്ഞുകൊള്ളുക, നിനക്ക് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരിടമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ രക്ഷ നിനക്ക് വേണ്ടി അവിടുന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ രക്ഷയുടെ പദ്ധതിയിൽ നിന്ന് ആരും വെളിയിലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് ദൈവത്തിൽ നടന്നുപോയ മക്കളൊക്കെ തിരിച്ചു വരുന്നത് കാണാറുണ്ട് ദൈവമക്കളെ. എനിക്കെന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഭവവും ആനന്ദവും ഒക്കെ ഈ വല്ലാതെ തമ്പുരാനിൽ അകന്നു പോയ കർത്താവിനോട് മറുതലിച്ച് നിന്നവര് തമ്പുരാനിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ചയുണ്ട്. ചില മക്കൾ വിലച്ചോ പള്ളിയിൽ പോകാതെ കുമ്പസാരിക്കാതെ അല്ലെങ്കിൽ ദൈവ വഴികൾ വിട്ട് ജീവിച്ചവരായിരുന്നു ഞങ്ങള്.
പക്ഷെ ഇന്ന് ഈശോയെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം കൊടുത്തത് അത്ഭുതമല്ല, ദൈവം കൊടുത്തത് ദൈവത്തെ തന്നെയാ. ഹല്ലേലൂയ. 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 ദൈവങ്ങളെ, ദൈവം അത്ഭുതം തരണോ? ദൈവത്തെ തരണോ? ദൈവത്തെ തരണം. ഹല്ലേലൂയ. 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 പാപിനിയായ ഒരു സ്ത്രീ, അവള് വന്നത് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായിട്ട്. കണക്കുകളും അളവുകളും ഒക്കെയുള്ള യോഹന്നാൻ പറയും 300 ദനാറയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ആ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യം. ഒരു മനുഷ്യായുസ് 1 വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്താൽ ഉണ്ടാകുന്ന തുകയാണ് 300 ദനാറ. ഒരു മനുഷ്യൻ 1 വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്താൽ കിട്ടുന്ന തുക. ഇതാ പാപിനിയായ ഒരു പെണ്ണ് അത് മുഴുവൻ കൊടുത്ത് സുഗന്ധ തൈലവും വാങ്ങിച്ചുകൊണ്ട് അവൾ മടങ്ങി വരികയാ. ഹല്ലേലൂയ. 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 എത്ര ദുർഗന്ധം വമിക്കുന്ന ഒരു ജീവിതമാണ് നിന്റെതെങ്കിലും, എത്ര ദുർഗന്ധമുള്ള ഒരു ജീവിത സാഹചര്യമാണ് നിന്റെതെങ്കിലും, നിന്റെ ജീവിതത്തെ ആ ദുർഗന്ധം വിറ്റ് നിനക്ക് ഒരു സൗരഭ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും നാള് പാപം പേറി നടന്നവള്, ഇത്രയും നാള് ദുർഗന്ധം പേറി നടന്നവള്, ഇത്രയും നാള് സമൂഹത്തിന് അപമാനം വരുത്തിക്കൊണ്ടിരുന്നവള്, അവഹേളിതയായി തീർന്നവള്, ഏറ്റവും അമൂല്യമായ സുഗന്ധ തൈലവുമായിട്ട് ഇതാ ഈശോയുടെ മുമ്പിൽ. ഹല്ലേലൂയ. 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 അവളെ ഒരു ദൈവചിന്ത, അവൾക്ക് ഈശോയെ കാണണമെന്ന് തോന്നി. ഈശോയെ കാണണമെന്ന് തോന്നിയ സമയത്ത് അവൾക്കറിയാം ഈ ദുർഗന്ധവുമായിട്ട് പോകാൻ പറ്റില്ല, ഈ പാപക്കെട്ടുമായിട്ട് പോകാൻ പറ്റില്ല. അവളുടെ ജീവിതത്തെ സൗരഭ്യമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 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 അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. പുറകെ വന്ന് നിന്നു. മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ദൈവമക്കളെ, പുറകിൽ കണ്ണിലുണ്ടോ ദൈവത്തിന്? ദൈവത്തിന് പിറകിൽ കണ്ണുകളുണ്ടോ? ഉണ്ട് മക്കളെ, ദൈവത്തിന് പിറകിൽ കണ്ണുകളുണ്ട്. നമുക്ക് മാത്രമേ മുമ്പിൽ കണ്ണുകളുള്ളൂ. പിറകിലും കണ്ണുകളുള്ള ദൈവം പിറകി വന്ന് നിൽക്കുന്നവരെയും കാണും. ഹല്ലേലൂയ. പിന്നിൽ കണ്ണുകളുള്ള ദൈവം പിന്നിൽ വന്ന് നിൽക്കുന്നവരെയും അവിടത്തേക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവൾ പുറകിൽ വന്ന് അവന്റെ പാദത്തിനരികിൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകി. മക്കളെ, ചങ്കുരുകാതെ ഇവിടുന്ന കണ്ണീര് വരുന്നത്. പരമപരിശുദ്ധനായ തമ്പുരാന്റെ പക്കലെത്തി കഴിയുമ്പോൾ അവളെ ചങ്കുരുകാൻ തുടങ്ങി. ദൈവത്തെ കണ്ടുമുട്ടാനുള്ളൊരു വ്യവസ്ഥയാ മക്കളെ ചങ്കുരുകുന്ന മനുഷ്യര്. ചങ്കുരുകണം ദൈവമക്കളെ. ജീവിതത്തെ ഓർത്ത്, ഇന്നലകളെ ഓർത്ത് നമ്മുടെ ചങ്ക് വല്ലപ്പോഴും ഒക്കെ ഉരുകുന്നത് നല്ലതാണ്. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് വചനത്തിൽ പറഞ്ഞില്ല, ഓർമ്മയുണ്ടോ? 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 ഹല്ലേലൂയ. 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 അവള് ചങ്കുരുകുകയാണ്. അവൾ കണ്ണീര് കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടങ്ങി. തലമുടി ദൈവങ്ങളെ, അത് അഭിഷേകം എന്നുള്ള വാക്കൊക്കെയാ പറയുന്നത്. നാസീർ, കിരീടം എന്നൊക്കെ പറയുക. സ്ത്രീയുടെ കിരീടം അവളുടെ മുടി. ഇതാ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാം അടിയറവ് വെക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് ജീവിതം പുതുതായിട്ട് ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? തമ്പുരാൻ കർത്താവ് നീ എല്ലാം അടിയറവ് വെക്കണം. നിന്റേതെന്ന് പറയുന്ന, നീ നേടിയതെന്ന് പറയുന്ന, നിന്റെ സ്വന്തമെന്ന് പറയുന്ന എല്ലാം നിനക്ക് തമ്പുരാന്റെ പാദാന്തികത്തിൽ അടിയറവ് വെക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും, എല്ലാറ്റിനും മേൽ ദൈവത്തെ ചുംബനം സ്നേഹത്തിന്റെ അടയാളമാണ്. ചുംബനം സ്നേഹത്തിന്റെ അടയാളമാണ്. അവന്റെ പാദങ്ങളിൽ അവൾ ചുംബിച്ചു കൊണ്ടിരുന്നു. അവന്റെ പാദങ്ങളിൽ അവളുടെ സ്നേഹം മുഴുവൻ അവന്റെ പാദത്തിങ്കൽ സമർപ്പിക്കുക. എല്ലാറ്റിനും മേൽ, എല്ലാറ്റിനേക്കാളും മേല് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. ഹല്ലേലൂയ. Be a fragrance for the Lord. പൗലോസ് പറയുന്നുണ്ടല്ലോ, കർത്താവിന്റെ സുഗന്ധ തൈലമാണ് ഞങ്ങള്. ഹല്ലേലൂയ. കർത്താവിന്റെ സുഗന്ധാഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ദൈവവിളിയാ. ഹല്ലേലൂയ. 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 ഞാൻ നോക്കണില്ല, സൈന്യന്റെ പേര് ഞാൻ മറന്നുപോയി. ബെനഡിക്റ്റ് അല്ല, ഒരു കൊച്ച്, അവള് രോഗം ബാധിച്ചു. ക്യാൻസർ രോഗമാണ്, ശരീരം അഴുകുന്ന രോഗമാണ്.
മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള അവസ്ഥയുടെ പേരാണ് ശരീരം അഴുകുന്ന അവസ്ഥ. ഈ കുട്ടി മരിക്കാറാവുകയാണ്. പെട്ടെന്ന് ആ ദേശത്ത് മുഴുവൻ നല്ലൊരു സൗരഭ്യം പരക്കാൻ തുടങ്ങി. ദുർഗന്ധം വരേണ്ട അവളുടെ ശരീരത്തിൽ നിന്ന് സാവധാനം സൗരഭ്യം പടരാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം ഓടിക്കൂടുക. കറുത്ത് കരിവാളിച്ച് ശരീരത്തിലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ കുട്ടി എത്തിയിരിക്കുന്ന അങ്ങനെ ഒരു വികൃതമായ രൂപം സാവധാനം ഒരു പുഷ്പം പോലെ രൂപപ്പെടുന്നത്. വിശുദ്ധയുടെ പേര് മറന്നുപോയി. ഇങ്ങനെ അവൾ രൂപപ്പെടുക. അവൾ സാവധാനം ഇതാ ഒരു മാലാഖയെ പോലെയായി മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, എത്ര വലിയ ദുർഗന്ധമാണെങ്കിലും നിന്നെ ദൈവത്തിന്റെ സൗരഭ്യമാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് ഒരു നിമിഷത്തെ നിന്റെ കണ്ണീര് മതി, നിന്റെ ഹൃദയത്തിന്റെ ഉരുക്കം മതി, നിന്റെ സമർപ്പണം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ക്ഷണിച്ച, ഇനി അടുത്തത് ഫരിസേനെ കണ്ടു. അവനെ ക്ഷണിച്ച ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി ചങ്കില് അറിയാതെ ഉള്ളി പറഞ്ഞതാ, എന്താ ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. ദൈവമക്കളെ, തമ്പുരാനെ തൊടുന്നവരൊക്കെ വിശുദ്ധരാ മക്കളെ. തമ്പുരാനെ തൊടുന്നവരൊക്കെ വിശുദ്ധരാ. തമ്പുരാന്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ മതി, നിന്റെ വിശുദ്ധി കിട്ടിക്കഴിഞ്ഞു. ഇതാ ശിമയോൻ ഇപ്പോഴും അവൾ പാപിനിയായിട്ട് മാറി നിൽക്കുക. മനുഷ്യൻ നിന്നെ വിധിക്കുമ്പോ ദൈവം നിന്നെ ചങ്കോട് ചേർത്ത് പിടിക്കും. മനുഷ്യൻ നിനക്കെതിരെ കുറ്റപത്രം നിരത്തുമ്പോ ദൈവം നിന്നെ തന്റെ കൈകൊണ്ട് പൊതിഞ്ഞു പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം മാത്രമേ നിന്നെ കുറ്റപ്പെടുത്താത്തൊരുവൻ ലോകത്തുണ്ടെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം നിന്നെ കുറ്റപ്പെടുത്തില്ല പൈതലേ. ഹല്ലേലൂയ. അവൾ പാപിനിയല്ലേ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും, വലിയ ആദരവോടെ നിൽക്കുക. ഗുരു അരുളി ചെയ്താലും. കർത്താവ് ഒരു ഉപമ പറയുക. നമുക്ക് മുഴുവൻ വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. 2 കടക്കാരുടെ ഉപമ. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. ദനാറ പറഞ്ഞു, 1 ദനാറ ഒരു ദിവസത്തെ, 500 ദനാറ 2 വർഷം അധ്വാനിച്ചാൽ തീരുന്ന കടം. വേറൊരുത്തിന് 1 മാസം 50 ദനാറ, 1 മാസം കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാവുന്ന കടബാധ്യതയുള്ളൂ. ഈ 2 പേർക്ക് കടമുണ്ടായിരുന്നു. യജമാനൻ 2 പേർക്കും ഇളച്ചു കൊടുത്തു. കർത്താവ് ചോദിക്കുന്നു, ഇവരിൽ ആരായിരിക്കും യജമാനനെ കൂടുതൽ 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 സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് കൂടുതൽ ഇളവ് ചെയ്തു കൊടുത്തുവോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശോ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. നോക്കിയ മക്കളെ, അധികം ക്ഷമിച്ചു കിട്ടിയവർ അധികം സ്നേഹിക്കും. ഞാൻ തിരിച്ചു പറയാൻ പോവാ വചനം. അധികം സ്നേഹിക്കുന്നവർക്ക് അധികം ക്ഷമിച്ചു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, എന്തോരം കണക്ക് പറഞ്ഞാൽ തീരാത്തൊരു ജീവിതമാണ് നമ്മുടേതൊക്കെ. എന്തുമാത്രം അവിടെ നമുക്ക് ക്ഷമിച്ചു തന്നിട്ടുള്ളത്. ഈ സമർപ്പിത ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ് വന്നിട്ടുള്ള വീഴ്ചകൾ എന്തുമാത്രമാണ്. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞ് വന്ന വീഴ്ചകൾ എന്തൊക്കെയാ. അതിനു മുമ്പുള്ള വീഴ്ചകൾ അത് വിട്. അതിനുശേഷം ദൈവത്തെ അറിഞ്ഞ് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചെയ്ത തെറ്റുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഇവളെ കാണുന്നില്ലേ? പറയുക, എണ്ണി പറയുക, കർത്താവ്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. കർത്താവ് അവളുടെ ചങ്കിൽ വന്നു. കർത്താവ് വീട്ടിൽ വന്നിട്ട് കാര്യമില്ല മക്കളെ, കർത്താവ് ചങ്കിൽ വരണം. നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല. അവളുടെ ചങ്കിൽ ഞാൻ വന്നപ്പോൾ അവളെ ചങ്കുരുകി കണ്ണീരായി തീർന്നു. ആ കണ്ണീര് കൊണ്ട് അവൾ എന്റെ പാദം കഴുകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്തു. വീണ്ടും പറയും, നീ എനിക്ക് ചുംബനം തന്നില്ല. ശിമയോന് വേണമെങ്കിൽ മുഖത്ത് ചുംബനം കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ വന്ന നിമിഷം മുതൽ ഇവളെന്നെ കർത്താവായി കണ്ടുകൊണ്ട് എന്റെ പാദങ്ങളിൽ ഇവൾ ഇങ്ങനെ ചുംബിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പാദങ്ങൾ ചുംബിക്കുക. ദൈവമക്കളെ നോക്കിക്കേ, ഒരു സ്നേഹിതൻ എന്ന നിലയിൽ നിന്ന്, ഒരു ഗുരുവെന്ന നിലയിൽ നിന്ന് കർത്താവെന്ന നിലയിലേക്ക് എന്റെ പാപങ്ങൾ മോചിക്കാൻ അധികാരവും കഴിവുള്ളവനുമായിട്ട് ഞാൻ കർത്താവിനെ കണ്ടു. അവളിതാ അവന്റെ പാദങ്ങളിൽ ചുംബിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എന്റെ പാദങ്ങൾ സുഗന്ധ തൈലം കൊണ്ട് പൂശിയിരിക്കുന്നു. ശിരസിൽ പൂശേണ്ട തൈലമെടുത്ത് അവളിതാ എന്റെ പാദങ്ങളിൽ പുരട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്കിനി സുഗന്ധമുള്ള ഒരു ജീവിതം വേണം.
ഇനി സുഗന്ധമുള്ളൊരു ജീവിതത്തിന് നടപ്പ്. അവളുടെ പാദങ്ങൾ ശുദ്ധം. അവളെ സംബന്ധിച്ച് അവൾക്ക് അംഗീകാരവും കിരീടവും അല്ല വേണ്ടത്. അവൾക്ക് വേണ്ടത് ഇനി ശുദ്ധിയുള്ള ഒരു പാദം വേണം. അരുതാത്ത ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാത്ത ഒരു പാദം. നോക്കിയ മകളെ, എത്ര മനോഹരമായിട്ട് സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അവൾ ഈശോയുടെ പാദങ്ങൾ സുഗന്ധതൈലം കൊണ്ട് പുരട്ടിയത്. അവളുടെ പാദങ്ങൾ സൗരഭ്യമുള്ള വഴികളിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. ദൈവമക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്ന മക്കളെ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും സൗഭാഗ്യവും എന്നൊക്കെ പറയുന്നത് ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന, വീണുകൊണ്ടിരുന്ന, ആവർത്തിച്ചു കൊണ്ടിരുന്ന എന്റെ പാപങ്ങളോട് ഞാൻ വിട ചൊല്ലി. എനിക്ക് ദൈവത്തിന്റെ പാദത്തിന്റെ സൗരഭ്യം ഉണ്ടാകുന്നത്, എനിക്ക് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുന്നത്, എന്റെ കരങ്ങൾക്ക് ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ കർത്താവ് അധികം സ്നേഹിക്കുക. ദൈവമക്കളെ, പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വലിയ നോയമ്പിലേക്ക്, പ്രായശ്ചിത്തത്തിന്റെ കാലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ കർത്താവ് പറയുന്നത് ഇതാണ്: അധികം സ്നേഹിക്കുന്നവന് അധികം ക്ഷമിച്ചു കിട്ടും. ഇതാ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? ദൈവങ്ങളെ, കർത്താവ് ചോദ്യം ചെയ്യപ്പെടുക. ഒരുപക്ഷെ കർത്താവ് കുരിശിലേറ്റപ്പെട്ടതിന് ഒരു കാരണം ഈ പാപിനിയായ സ്ത്രീയാണ്. ഈ പാപിനിയായ സ്ത്രീയുടെ പാപം മോചിച്ചതും, ലാസറിനെ മരണക്കിടക്കയിൽ കുഴിയിൽ നിന്ന് ആ കല്ലറയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പി. നോക്കിയ മക്കളെ, സുവിശേഷങ്ങൾ മനോഹരമായിട്ട് സംഭവം എഴുതി വെച്ചിരിക്കുക. ഇതാ പാപിനിയുടെ പാപം കഴുകി കളഞ്ഞതിന്റെ പേരിൽ, ഇതാ മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ പേരിൽ മരിച്ചവനാണ് എന്റെ കർത്താവ്. പാപിനിയുടെ പാപം ക്ഷമിച്ചതിന്റെ പേരിൽ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റാരോപിതനായവനാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന്, ഏത് പാപത്തിലോ ഏത് തിന്മയിലോ വീണ വ്യക്തിയാണെങ്കിലും ശരി, ഇന്ന് നിനക്ക് രക്ഷയുണ്ടെന്ന്, ഇന്ന് നിനക്ക് അഭിഷേകമുണ്ടെന്ന്, ഇന്ന് അനുഗ്രഹമുണ്ടെന്ന്, നിന്റെ പാദങ്ങൾ അവിടുന്ന് കഴുകാൻ പോവുകയാണെന്ന്, നിന്റെ ഹൃദയത്തിലേക്ക് ഒരു പുതിയ സ്നേഹം തരാൻ പോവാന്ന്, ഒരു രക്ഷയുടെ അനുഭവം നിനക്ക് കിട്ടാൻ പോവാന്ന്. യേശുവേ, യേശുവേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിതങ്ങയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിതേ. കൂപ്പുകൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടും നിവ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നുമേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിതങ്ങയെ, ഈശോയെ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, നന്ദി ചൊല്ലി വാഴ്ത്തിടും നിധേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന്
നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ആകുലതകളും ഭയങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഒന്ന് സമർപ്പിച്ച് പുണ്യാളം നിന്റെ ജീവിതത്തിൽ ഇടപെടും. പൈതല് നിനക്ക് വേണ്ടി അവിടുന്ന് മധ്യസ്ഥം വഹിക്കും. നീ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗങ്ങളും മാനസിക രോഗങ്ങളും മാഹാരോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്നവര്, ഹൃദയ സംബന്ധ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സർജറികൾക്ക് വിധേയരാകുന്നവര്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പറാക്റ്റീവ് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, സർജറികൾക്ക് വിധേയരാകുന്നവര്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, ഭാര്യ ഭർത്താക്കന്മാര് കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, കടക്കണികളിലായിരിക്കുന്നവര്, സ്വന്തമായിട്ട് ഭവനങ്ങളില്ലാത്തവര്, പരീക്ഷകൾ എഴുതുന്ന ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, റിസൾട്ട് കാത്തിരിക്കുന്നവര്, വീട് വിട്ടുപോയി ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട് കഴിയുന്നവര്, കടുത്ത ദുഃഖം, ഭയം, ആകുലത, അസ്വസ്ഥതകള്, നിരാശയ്ക്കൊക്കെ അടിപ്പെട്ട് കഴിയുന്നവര്, പലതരത്തിൽ ബന്ധനങ്ങളിലായിരിക്കുന്നവര്, തിന്മകളിലായിരിക്കുന്നവര്, ദൈവവിശ്വാസത്തിന് അകന്നുപോയവര്, ദൈവസ്നേഹത്തിന് അകന്നുപോയവര്, ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിതം നയിക്കുന്നവര്, തകർന്ന ബന്ധങ്ങളിൽപ്പെട്ട് കിടക്കുന്നവര്, വലിയ ദുരിതങ്ങളിലേക്ക് കടന്നു പോകുന്നവര്, വിശുദ്ധരായ തീക്ഷ്ണതയുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ, തീക്ഷ്ണതയുള്ള ധാരാളം ആത്മാവ് പ്രേക്ഷിതരെ തരണേ. കർത്താവിന്റെ ആൾക്കാരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള് ഇമെയിലൂടെ, വെബ്സൈറ്റ്, ടെലിഫോണിലും ഈ സമയത്ത് നീറുന്ന മനസ്സോട് ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചത് കരഞ്ഞു പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യകമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയെ മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ കരുണയുടെ നാഥന്റെ തിരുമുഖം കണ്ട് മക്കളൊന്ന് പ്രാർത്ഥിച്ച് മനസ്സിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ആകുലതകളും ഒക്കെ വിശ്വസിക്കുമല്ലേ. അവിടുന്ന് വാക്ക് പറഞ്ഞവനല്ലേ, അധികം സ്നേഹിക്കുന്നവർക്ക് അധികം ക്ഷമിച്ചു കിട്ടുന്നത് കൊടുക്കുന്ന കർത്താവ്. ഇതാ കർത്താവിന്റെ വലിയ അഭിഷേകം നിന്നിലേക്ക് ഒഴുകട്ടെ ജീവിതത്തിലേക്ക്. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ട്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുക, സഹോദരങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുക, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുക. ആരാണ് പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, നിനക്കറിയാവുന്ന ഒരുപാട് വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നവര്, വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ലോകമെമ്പാടും ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, നമ്മുടെ ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്, കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ളവര് വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും സമർപ്പിച്ചുള്ളത് ലഭിച്ചു തരണമേ എന്ന സകലപര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഫലമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വെഞ്ചരിപ്പ് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ള വസ്തുക്കള് വലത് കരത്തിലെടുത്ത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിയോഗങ്ങൾ എഴുതിയിട്ടുള്ളവർ ആ നിയോഗം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളെയും ഒക്കെ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും പരമാനുകൂല്യവുമാണല്ലോ. ദൈവമക്കൾ വെഞ്ചരിക്കപ്പെടുവാനായി, വാഴ്ത്തപ്പെടുവാനായി, അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കളെ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കുരിശുരൂപങ്ങൾ, ജപമാലകൾ, ഉത്തരീയങ്ങൾ, കാശുരൂപങ്ങൾ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗ്രന്ഥങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഇവ കൊണ്ടുപോയി വെക്കുന്ന ഇടങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടകന്നു പോകട്ടെ. ഈ ജലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നൽകുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവായ പിശാചിന്റെ ആക്രമണങ്ങൾ ദൂരകറ്റപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ മരുന്നിനെ, ഭക്ഷണ സാധനങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ, വിടുതലുകൾ ഉണ്ടാവട്ടെ. ഈ മണ്ണിനെ ആശീർവദിക്കുന്നു. നാരകീയ ശക്തികൾ വിട്ടൊഴിയട്ടെ, സമൃദ്ധമായി വിളവ് ലഭിക്കട്ടെ. സ്ഥലം വിൽപ്പന സംഭവിക്കട്ടെ, വീടുമണികൾ പൂർത്തിയാവട്ടെ. ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്സ്, പ്രോജക്ട്സ്, പ്ലാൻസ്, പേനകൾ, തിരികൾ, ഹോൾ ടിക്കറ്റ്, സകല വസ്തുക്കളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളായി രൂപപ്പെടട്ടെ. ഈ മക്കളെ ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബാംഗങ്ങളെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുന്നു. ഭവനങ്ങളെ ആശീർവദിക്കുന്നു. വരുമാന മാർഗങ്ങളെ ആശീർവദിക്കുന്നു. ജോലി സ്ഥലങ്ങളെ ആശീർവദിക്കുന്നു. വാഹനങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോനീസേ, പാരിതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ
വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിലാനുഗ്രഹങ്ങളെ മണ്ണിലെന്നും പൊഴിക്കണേ. ജീവിത വേദകളാലേ ഭൂമി അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ, എല്ലാ പ്രതിസന്ധികളും നീങ്ങട്ടെ, എല്ലാ ദുഃഖങ്ങളും നീങ്ങട്ടെ, എല്ലാ ഭയങ്ങളും നീങ്ങട്ടെ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. സാക്ഷ്യങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സെയിന്റ് ആന്റണീസ് ചർച്ച് കോട്ടയം @gmail.com അഡ്രസ്സിൽ അയച്ചാൽ സാക്ഷ്യങ്ങൾ കിട്ടും. നമുക്കൊരു സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് നിൻഡു ആന്റണി. എൻ്റെ മാതാപിതാക്കൾ 5 വർഷമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ പള്ളിയിൽ വരികയും നൊവേനയും കുർബാനയിലും ആരാധനയിലും പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങൾ വിമലഗിരി പള്ളിയിലും വരാറുണ്ട്. ഞങ്ങൾക്ക് അന്തോണീസ് പുണ്യാളച്ചൻ്റെ മധ്യസ്ഥതയാൽ ഈശോയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ എൻ്റെ പാസ്പോർട്ടും ഫോട്ടോയും അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും ആരാധനയിൽ വെഞ്ചരിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ 2017 ഞാൻ സൗദിയിലേക്ക് പോയി. ഹല്ലേലൂയ. അതേ തുടർന്ന് 2018 ഞാൻ വിവാഹിതയായി. ഹല്ലേലൂയ. അതിനുശേഷം 2019 ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 2021 വീണ്ടും ഒരു മോളെ കൂടി തന്ന് ഈശോ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഓക്കെ മക്കളെ, 17-ാം ആണ്ടില് 17 വന്ന് പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഓരോ വർഷവും എടുത്തു പറയത്തക്ക തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കുക. 2021 മോളെ കൂടി തന്നു. അത് കഴിഞ്ഞ് 2021 ജൂലൈയിൽ ഞാൻ സൗദിയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലെത്തി ഞാൻ OIT പഠിക്കാൻ തുടങ്ങി. നോമ്പെടുത്തും നൊവേന ചൊല്ലിയും ഉപവാസം നിന്നും ഞാനും എൻ്റെ മാതാവ് നോക്കിയ എല്ലാ ആത്മീയ ആയുധങ്ങളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഉപവാസവും നോയമ്പും നൊവേനയും ജപമാലയും എല്ലാ പ്രാർത്ഥനയും ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ചു. വചനം പറഞ്ഞു എഴുതിയും പ്രാർത്ഥിച്ചു. ഈ മഹാമാരിയുടെ സമയങ്ങളിൽ യൂട്യൂബിലെ ആരാധനയിലും ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളിലും അഭിഷേക വചസ്സുകളിലും ഒക്കെ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ 2021 OIT എക്സാം എഴുതി നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. റിസൾട്ട് വന്നപ്പോൾ ഒരു വിഷയത്തിൽ എനിക്ക് 10 മാർക്ക് കുറഞ്ഞു പോയി. റീവാലുവേഷന് കൊടുത്തു. ആ സമയത്താണ് 3 നോയമ്പായത്. അത്ഭുതമെന്ന് പറയട്ടെ, ഉപവാസം നിന്ന് ഞങ്ങൾ അതിനും പ്രാർത്ഥിച്ചു. ഈ ചൊവ്വാഴ്ച 3 നോമ്പ് തീർന്നത് ചൊവ്വാഴ്ചയായിരുന്നല്ലോ. അന്ന് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പ്രതിഫലം തരുന്ന കർത്താവാ. നിന്റെ കണ്ണീരും നിന്റെ ഉപവാസവും നിന്റെ കഷ്ടപ്പാടും നിന്റെ പ്രാർത്ഥനയും ദൈവം കാണും. ഈ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അച്ഛൻ്റെ അഭിഷേക വിശ്വാസികൾ എല്ലാ ദിവസവും ഞങ്ങൾ കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച തന്നെ റിസൾട്ടും വന്നു. പുണ്യാളച്ചൻ്റെ അനുഗ്രഹത്താൽ ഈശോയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ വലിയ അത്ഭുതമാണ്. അവിടുന്ന് തന്നിട്ടുള്ള അത്ഭുതങ്ങൾ എത്ര എഴുതിയാലും തികയാത്ത വിധം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. അവളെ ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ അനേകായിരം മക്കൾ പങ്കെടുക്കുകയും അവരൊക്കെ അനുഗ്രഹം പ്രായം. പലരും ഉപവാസം എടുത്തിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടറും കുടുംബവും അവര് പാലക്കാട് സൈഡിലാണ്. അവർ കൂടുന്നുണ്ട്, ഇപ്പോഴേക്കും ശുശ്രൂഷ കൂടുന്നുണ്ട്. അവരവിടെ ഇരുന്ന് പാലക്കാട് ഇരുന്നുണ്ട്. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട മക്കളാണ്. പക്ഷെ എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം നിന്ന് ഈ ശുശ്രൂഷയിൽ കരുത്തു പ്രാപിച്ചു. ഏതാണ്ട് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അവർക്ക് 2 പേർക്ക്. കർത്താവ് 2 കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പള്ളി വന്ന് എൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച അവർ പള്ളി വന്നിട്ട് പറഞ്ഞതാണ്, അവർക്ക് കർത്താവ് ഇരട്ട കുട്ടികളെ കൊടുത്ത് നല്ല മിടുക്കന്മാരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ കൊടുത്ത് കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുക ചെയ്തത്. എന്തൊരു ആനന്ദത്തോടെയാണ് വന്നതെന്നറിയാമോ. എന്തൊരു വർഷങ്ങളായിട്ട് അവർ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നൊരു കുടുംബമാണ്. ദൈവം അത്ഭുതകരമായിട്ട് ഇരട്ട കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അദ്ദേഹം ഡോക്ടറാണ്. ഭാര്യ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. വലിയ ഒരു റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥയാണ്. ദേവങ്ങളൊക്കെ നോക്കിയേ, ഇരട്ട കുട്ടികൾ കണ്ണീരോടെ പാലക്കാട് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും ചൊവ്വാഴ്ചയാണെങ്കിൽ ഉപവാസം ചെയ്യും. ഇവരല്ലെങ്കിലും വെജിറ്റേറിയൻസ് ആണ്. പക്ഷേ ഈ ചൊവ്വാഴ്ച ആകുമ്പോൾ ഉപവാസം കൂടെ കൊണ്ടിരിക്കും. മക്കളൊന്ന് ആലോചിച്ച്, എന്തൊരു കഠിന ത്യാഗമാണ് മക്കൾ എടുക്കുന്നത്.
ദൈവമക്കളെ, നീ എന്തോരം വില കൊടുക്കുന്നോ അതിന്റെ 1000 മടക്ക് വില കർത്താവ് തിരിച്ചു തരും. ദൈവമക്കളെ, എന്നിട്ട് നിന്ന് നന്ദി പറഞ്ഞ് വിശ്വാസത്തോടെ പുത്തൻ തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ച് ഈ ചൊവ്വാഴ്ച നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് അഭിഷേകം ചെയ്യാൻ പോകുന്നു. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ മക്കൾ ആശീർവദിക്കപ്പെടുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ദുഃഖിതരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷങ്ങൾ, അനുഗ്രഹിക്കുന്ന കർത്താവ്, കണ്ണീർ തുടയ്ക്കുന്ന കർത്താവ്, സൗഖ്യം നൽകുന്ന കർത്താവ്, ഇരുകരങ്ങളെ ഉയർത്തി സ്ഥലവരത്തി എന്തുമാത്രം എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ പാപിനിയായ മകളെ കർത്താവ് സ്നേഹിച്ച് കീഴ്പ്പെടുത്തി ഒരു വിശുദ്ധിയാക്കുന്നത് പോലെ, സുവിശേഷകയാക്കി മാറ്റുന്നത് പോലെ, ആദ്യം മുദ്രിതനെ കാണാൻ ഭാഗ്യം കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിൽ ഇതൊരു വലിയ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇരുകരങ്ങൾ ഉയർത്തി സ്ഥലമുയർത്തി വിളിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ച് മകളെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് രോഗപീഠകളുള്ളവർ രോഗങ്ങളുടെ ശരീരഭാഗത്തിന് കുരിശടയാളം വരച്ചൊക്കെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ത് പ്രചോദനം തരുന്നു ആ രീതിയിൽ മുട്ടിന്മേൽ നിന്നും കരങ്ങൾ ഉയർത്തിയൊക്കെ നിന്നും മക്കൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി രോഗപീഠങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളും മാറാരോഗങ്ങളും ഡോക്ടർമാർ വീഴ്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഡോക്ടർമാർ വീഴ്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, ഓട്ടിസം, ഡൗൺസ്, ഹൈപ്പറാക്റ്റീവ് കുഞ്ഞുമക്കൾ, പലതരത്തിലുള്ള മാരക രോഗങ്ങൾ അടിപ്പെട്ടവര്, അബോധാവസ്ഥയിലായിരിക്കുന്നവര്, ഐസിയിലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, മരണത്തോട് മല്ലടിക്കുന്നവര്, തീരാ രോഗികളായിരിക്കുന്നവര്, ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രോഗപീഠകള്, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകള്, യുവതീവാക്കന്മാരുടെ രോഗപീഠകള്, പകർച്ചവ്യാധികള്, മഹാവ്യാധികള് ഈശോയുടെ തിരക്തം കൊണ്ട് കഴിയും കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, സുഖപ്പെടട്ടെ, സുഖപ്പെടട്ടെ.
സുഖിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, സുഖിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ സുഖപ്പെടുത്തുക, കർത്താവ് നിന്നോട് കരുണ കാട്ടുക, നിന്റെ രോഗപീഠം നീങ്ങിപ്പോവുക. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, പലതരത്തിലുള്ള ബന്ധനങ്ങളിലായിരിക്കുന്നവർ, തടസ്സങ്ങളിലായിരിക്കുന്നവർ, തകർച്ചകളിലായിരിക്കുന്നവർ, കടക്കണികളിലായിരിക്കുന്നവർ, ഞെരുക്കങ്ങളിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, നിരാശയിലായിരിക്കുന്നവർ, ഭയത്തിലായിരിക്കുന്നവർ, പ്രതിസന്ധികളിലായിരിക്കുന്നവർ, ബന്ധനം അഴിയട്ടെ, ഒഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ശ്രമിച്ചു പ്രാർത്ഥിച്ചോ, ശ്രമിച്ചു പ്രാർത്ഥിച്ചോ. എന്ത് പ്രതിബന്ധിയോ, എന്ത് രോഗമോ, എന്ത് പാപമോ, എന്ത് വീഴ്ച ആയിക്കൊള്ളട്ടെ, കർത്താവ് ഇടപെടുക, കർത്താവ് ഒഴിവ് നൽകുക. ഏത് കാഴക്കടലിലേക്ക് മുങ്ങിപ്പോയെങ്കിലും കർത്താവിന്റെ കൈയിലേക്ക് നിന്നെ ഉയർത്തുക. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. 36 പേർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. ഹൃദയരോഗമുള്ളവര് ചെസ്റ്റിൽ ഒരു കുരിശടയാളം വരച്ച ദൈവമക്കളെ കൊണ്ട് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിലും നിങ്ങളുടെ തന്നെ ചെസ്റ്റിൽ ഒരു കുരിശടയാളം വരച്ചങ്ങ് പ്രാർത്ഥിച്ച് 36 പേരോളം ഹൃദ്രോഗങ്ങൾ സുഖപ്പെടുക. വീട്ടിലിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് കൊണ്ട് കാരണം നെഞ്ചിലൊരു കുരിശടയാളം വരച്ചങ്ങ് പ്രാർത്ഥിച്ചു. സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ളവരൊന്നും കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് സംസാരശേഷിയില്ലാത്ത മക്കൾ, ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങള്, നാവിന് കെട്ടുള്ളവര്, സർജറി കഴിഞ്ഞിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവർ, സ്ട്രോക്ക് കഴിഞ്ഞിട്ട് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവര്, ഈശോ കർത്താവ് 18 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി, വിടുതൽ കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. മീനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ചോബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ചേനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ഷൈനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, അലക്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ഷെറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, കെവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സഞ്ജയിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ഷാർലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, മരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, അമ്മുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, അന്നയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, അനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സാറായെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജെയ്സനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സജിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സതീഷിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ബാബുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ബിനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോണിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സെബാസ്റ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, മാത്യുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, എബ്രഹാമിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ബോബനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ഷൈനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സൈമനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ബിൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, മരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, മഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ചിഞ്ചുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സബിതയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സാലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജെസ്സിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സിഹലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, മനോജിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോമനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ബേബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സിനോയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, അൽഫോൺസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോസഫിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, പാപ്പച്ചനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജേക്കബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ലിവർ സംബന്ധമായ രോഗപീഠകള്, കരൾ സംബന്ധമായ രോഗപീഠകള് 44 പേര് സൗഖ്യം പ്രാപിക്കുന്നു. ലിവർ സിറോസിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ സുഖപ്പെടുന്നതായിട്ട്, ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന അവസ്ഥകളിലുള്ള ചില മക്കള് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. 44 പേർക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. വയറ്റിലെ മുഴ, കുടൽ സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, സർജറികളിൽ വിധേയരായവര് 62ഓളം പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 33 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കണ്ണ് സംബന്ധമായ രോഗങ്ങൾ 27 പേര് സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തിക മേഖലയിൽ ഞെരുക്കങ്ങൾ, കടക്കണികൾ, ജപ്തി നോട്ടീസുകൾ 90-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിദേശത്തും സ്വദേശത്തും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. ജോലി മേഖലകളിലെ തടസ്സങ്ങൾ 180 പേര് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിദേശയാത്ര, വിദേശജോലി, വിദേശ പഠന തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന മക്കൾ 20-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന, റിസൾട്ട് കാത്തിക്കുന്ന 110 പേര് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കാലുകൾക്ക് വേദന, ഉപ്പൂറ്റിക്ക് വേദന, കാലിന് വലിയ വ്രണങ്ങളുള്ളത്, ഉണങ്ങാത്ത അവസ്ഥകളുള്ളത് 30ഓളം പേർ സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഗർഭവതികളായിട്ടുള്ള 13 പേര് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ജന്മനാ രോഗപീഠകളുള്ള കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങളെ ഈശോ പലതരത്തിലുള്ള
രോഗപീഠകള്, മരുന്ന് കഴിച്ചിട്ട് സുഖപ്പെടാത്ത അവസ്ഥകള്, ഈശോകത്തിൽ 20-ലധികം കുഞ്ഞുങ്ങള് സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പ്രഷർ, ഷുഗർ ഒക്കെ കൂടുന്ന അവസ്ഥകളുള്ളവരെ മക്കള്, ഡയബറ്റീസ് ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന മക്കള്, പ്രഷർ വല്ലാതെ കൺട്രോൾ ഇല്ലാതെ കൂടുന്ന അവസ്ഥകൾ, കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥകളുള്ള മക്കള് ഈശോ കർത്താവ് ഏതാണ്ട് 44ഓളം പേർക്ക് സൗഖ്യം കിട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സമാധാനമില്ലാത്ത അവസ്ഥകള്, കലകിച്ചു കഴിയുന്ന അവസ്ഥകള്, ശത്രുതയിൽ കഴിയുന്ന വ്യക്തികള്, ക്ഷമിക്കാനുള്ള കൃപ കിട്ടാത്ത മക്കള് ഈശോ കർത്താവ് 90-ലധികം പേര് അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. സ്ഥലം വിൽക്കാനോ വാങ്ങാനോ, വീട് വിൽക്കാനോ വാങ്ങാനോ, വീട് പണി പൂർത്തിയാകാനോ ഒക്കെ കൃപകള് 120 പേർക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. വായിക്കകത്ത് വേണങ്ങള്, വായു സംബന്ധമായ രോഗപീഠകള് 27 പേർക്ക് സൗഖ്യം കിട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങള്, യൂറിനറി സംബന്ധമായിട്ട് രോഗപീഠകൾ 30 പേര് സുഖം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുക. അനേകം വ്യക്തികൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കുഞ്ഞുമക്കളെ ഈശോ കാണിക്കുകയാണ്. കാഴ്ച സംബന്ധമായിട്ട് പ്രയാസമുള്ള കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ലഭിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഏതാണ്ട് 37-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വീട് വിട്ടുപോയവര്, വീടുമായിട്ട് ബന്ധമില്ലാതെ കഴിയുന്ന മക്കൾക്ക് അനുരഞ്ജനപ്പെടാൻ, ക്ഷമിക്കാനുള്ള കൃപ കർത്താവ് ഏതാണ്ട് 70-ലധികം മക്കൾക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഇരുകരകൾ ഉയർത്തി സ്ഥലമേർത്തി വിളിച്ച് യേശുവേ, യേശുവേ കരഞ്ഞു പ്രാർത്ഥിക്കും മകള്. ഇന്നൊരു അഭിഷേകമുണ്ട്, ഇന്നൊരു വിടുതലുണ്ട്. യേശുവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അവൾ അവന്റെ പാദത്തിന് പിന്നിൽ, അവന്റെ പിന്നിൽ പാദത്തിനരികിൽ നിന്നു. അവൾ കണ്ണീര് കൊണ്ട് അവളുടെ പാദം കഴുകി, അവന്റെ പാദം കഴുകി, തലമുടി കൊണ്ട് പാദം തുളച്ചു. അവള് സുഗന്ധ തൈലം കൊണ്ട് അവന്റെ പാദങ്ങൾ പൂശുക. ജീവിതം മുഴുവൻ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. അവള് തന്നെ കൊടുത്തപ്പോ ദൈവത്തെ തന്നെ തരിക. കുഞ്ഞെ, നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിലേക്ക് ഇപ്പോൾ ഒരു അഭിഷേകം എഴുതുക. നിന്റെ പ്രതിസന്ധിയോ സങ്കടമോ മാനുഷികമായി ചിന്തിച്ചാൽ പരിഹാരമില്ല. പക്ഷെ ദൈവത്തിന് ദൈവികമായി ചിന്തിച്ചാൽ അതിന് പരിഹാരമുണ്ട്. ദൈവം അതിന് പരിഹാരം തരിക. നീ ദുഃഖിക്കുന്ന, ആകുലപ്പെടുന്ന വിഷയത്തിലേക്ക് അവിടുന്ന് അത്ഭുതകരമായിട്ട് ഇടപെടുക. അത്ഭുത വിടുതൽ ലഭിക്കുക, അത്ഭുത സൗഖ്യം കിട്ടുക. യേശുവേ, ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക്, അങ്ങയുടെ തിരുമിലാവിലേക്ക് മക്കളെ സമർപ്പിക്കുക. ഈശോയെ, തിരുമുറിവുകളാൽ ഈ മക്കളുടെ വേദനകളെയും മുറിവുകളെയും ഉണക്കണമേ. അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, യൗസേപിതാവേ അത്ഭുതകരങ്ങളിലേക്ക്, അന്തോണിസുമണിയാള ഈശോയെ അടുത്ത കരങ്ങളിലേക്ക് ഈ മക്കളെ തരിക. ഈശോയെ, കൽപ്പനയിടണമേ. ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കണമേ. ഇടതും വലതും മുമ്പിലും പിമ്പിലും മുകളിൽ നിന്ന് സംരക്ഷണം നൽകാൻ. ഈശോയെ, ഈശോയെ, ഈശോയെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യ ഈശോയെ, ആരാധന. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ രക്ഷകനെ, എന്റെ കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കും മകളെ. പരിശുദ്ധ ഈ ദുഃഖത്തിലേക്ക്, ഈ ആകുലതയിലേക്ക്, ഈ രോഗത്തിലേക്ക്, ഈ പീഡയിലേക്ക്, ഈ ഭയത്തിലേക്ക് ഈശോ, ഈശോയെ കാത്തുകൊള്ളണേ കർത്താവേ. അപകടങ്ങളും ദുരന്തങ്ങളും പെടുമരണങ്ങളും പകർച്ചവ്യാധികളും മഹാവ്യാധികളും കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും വരില്ലേ യേശുവേ. പൊതിഞ്ഞു പിടിക്കണേ, പൊതിഞ്ഞു പിടിക്കണേ. കാരുണ്യമേ, ആരാധന, ആരാധന അങ്ങേക്കാരാധന. വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഓ കർത്താവായ ദൈവമേ, വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരങ്ങളും അങ്ങ് നൽകുന്നുവല്ലോ. ഈ നിമിഷം ഈ തിരുശേഷിപ്പിനെ വന്ദിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ കരുണ ഒഴുകട്ടെ.
ഓ ദൈവമേ, അങ്ങ് തന്നെ തിരിക്കരം നീട്ടണമേ കർത്താവേ. അങ്ങ് തന്നെ ഈ മക്കളെ തൊടണമേ കർത്താവേ. എല്ലാ ദുഃഖങ്ങളും ആകുലതകളും അസ്വസ്ഥങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഓ കർത്താവേ, അത്ഭുത രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരങ്ങളും സമാധാനങ്ങളും ഈ മക്കളിലും ഇവരുടെ കുടുംബങ്ങളിലും പ്രിയപ്പെട്ടവരിലും നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേണമേ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേണമേ.